H-1B വിസ. ഡൊണാൾഡ് ട്രംപ് US-ൽ കൊണ്ടുവന്ന ഭീമമായ ഒരു നികുതിയെ പറ്റിയാണ്. ഈ H-1B വിസ എങ്ങനെയാണ് ഇനി ഇന്ത്യക്കാരെ ബാധിക്കുന്നത്? നമുക്കൊന്ന് ആലോചിക്കണം. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 5.2 മില്യൺ IT പ്രൊഫഷണൽസ് ആണ് US-ൽ ജോലി എടുക്കുന്നത്. അതിൽ തന്നെ ഈ H-1B വിസ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 5 ലക്ഷം മുതൽ 6 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ IT പ്രൊഫഷണൽസ് ആണ് ജോലി എടുക്കുന്നത്. പിന്നീട് ബാക്കി 12 ലക്ഷം മുതൽ 18 ലക്ഷം വരെ ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ US സിറ്റിസൺസ് ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ ഇതിൽ ഈ H-1B വിസയ്ക്കകത്തിൽ എങ്ങനെയാണ് ഭീമമായൊരു തുക വരുന്നത്? സാധാരണ 2000 മുതൽ 5000 വരെ ഡോളറാണ് ഈ H-1B വിസയ്ക്ക് ഒരു നികുതിയായി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, ഒരു ഫീസ് ഇനമായിട്ട് പറയുന്നത്. ഇത് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്താൻ ശ്രമിച്ചതോ $1 ലക്ഷം, ഏകദേശം 85 ലക്ഷം രൂപയാണ്. ഈ H-1Bയിലൂടെ IT പ്രൊഫഷണൽസ് മാത്രമല്ല, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ഫിനാൻസ്, ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഇത്രയും വിദേശ വിദഗ്ധരെയാണ് അമേരിക്ക സ്വീകരിക്കുക, അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികളിലേക്ക് റിക്രൂട്ട് ചെയ്യുക. ഇതിനകത്തിൽ തന്നെ ഇന്ത്യക്കാർക്കുള്ള പ്രാധാന്യം എന്താണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 5.2 മില്യൺ IT പ്രൊഫഷണൽസ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ ജോലി എടുക്കുന്നുണ്ട്. അതിൽ തന്നെ H-1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും ഇന്ത്യക്കാരാണ്. ഒന്നെങ്കിൽ H-1B വിസ, അല്ലെങ്കിൽ ഗ്രീൻ കാർഡ്, അല്ലെങ്കിൽ US സിറ്റിസൺസ്. ഇതാണ് മാനദണ്ഡം. ഇതിൽ H-1B ആണ് കൂടുതൽ ഇന്ത്യക്കാരും സെലക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള പ്രധാന മാർഗം ഇതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ H-1B വിസ. ഉയർന്ന ശമ്പളം, അന്തർദേശീയ പ്രവൃത്തി പരിചയം, പിന്നീട് ഗ്രീൻ കാർഡിലേക്കുള്ള സാധ്യത. ഇതാണ് H-1B വിസയുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അതിനുശേഷം H-1B തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലികൾക്ക് കൂടുതൽ മുൻഗണന നൽകുന്ന രീതിയിലേക്ക് മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അമേരിക്കയിൽ H-1B നിയമങ്ങൾ കൂടുതൽ കർശനമാക്കണം, അല്ലെങ്കിൽ ഇത്തരം ചർച്ചയ്ക്കൊടുവിലാണ് ഈ ഒരു ഭീമമായ തുക ട്രംപ് ഏർപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ US കോടതി ഇത് കൃത്യമായി തടയുകയാണ് ചെയ്തത്. US കോടതി പറയുന്നത് ഇതൊരു ഫീസ് അല്ല, അതിൻ്റെ അപ്പുറത്തേക്കും ഇതൊരു നികുതിയാണ്. ഈ നികുതി ഏർപ്പെടുത്താൻ ട്രംപിന് അവകാശമില്ലെന്നാണ് US കോടതി രേഖപ്പെടുത്തിയത്. ഇനി H-1B വിസയിലെ പ്രധാനമായി വന്ന പുതിയ മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. അമേരിക്കയിലെ H-1B വിസ പദ്ധതിയിൽ 2025-2026 കാലയളവിൽ ചില വലിയ മാറ്റങ്ങൾ നടപ്പിലാക്കി. ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ഇതിൽ വലിയ ഒരു പ്രാധാന്യം തന്നെ നൽകിയിട്ടുണ്ട്. ലോട്ടറിയിൽ നിന്ന് ശമ്പള അടിസ്ഥാനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ, കാരണം H-1B തെരഞ്ഞെടുപ്പ് പ്രധാനമായും ഒരു റാൻഡം ലോട്ടറി രീതിയിലായിരുന്നു. ഈ ഒരു H-1B തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ, ഇപ്പോൾ നമ്മൾ US-ലാണ് ജോലി എടുക്കുന്നത്, ഇന്ത്യൻ IT പ്രൊഫഷണൽസ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് US-ലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു H-1B ഒരു വിസ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് പോകാനുള്ള മാനദണ്ഡം മാത്രമാണ്. ഇതിനൊരു കാലയളവുണ്ട്, ഈ ഒരു 5 വർഷം, അങ്ങനെ ഒരു കാലയളവുണ്ട്. അതിനുശേഷം പൊതുവെ എല്ലാവരും ചെയ്യുക, അല്ലെങ്കിൽ ഗ്രീൻ കാർഡിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ US സിറ്റിസൺഷിപ്പ് ആയിട്ട് അങ്ങനെ സിറ്റിസൺഷിപ്പ് എടുക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രധാന മാനദണ്ഡമാണ് ഈ H-1B വിസ എന്ന് പറയുന്നത്. ഇനി ബെനിഫിറ്ററി സെൻട്രിക് സിസ്റ്റം. ഒരു വ്യക്തിക്കായി പല കമ്പനികളും അപേക്ഷ നൽകിയാലും ആ വ്യക്തി ഒരു തവണ മാത്രമാണ് പരിഗണിക്കുന്നത്. ഇതിലൂടെ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷനുകളും ദുരുപയോഗവും കുറയ്ക്കുകയാണ് ഈ ഒരു H-1B വിസയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി H-1B സ്പെഷ്യാലിറ്റി ഒക്യുപ്പേഷൻ എന്ന് വെച്ചാൽ നിയമങ്ങൾ കൂടുതലായി വ്യക്തമായി ജോലിക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയും പ്രത്യേക വൈവിധ്യവും കൂടുതൽ കൃത്യമായി തെളിയിക്കേണ്ടതുണ്ട്. യഥാർത്ഥ സ്പെഷ്യലൈസ്ഡ് ജോലികൾക്കായിട്ടുള്ള മുൻഗണനകളാണ്. ഇതൊരു IT പ്രൊഫഷണൽസിനെ മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഹെൽത്ത് കെയർ ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും ഇതിലൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്, ഈ സ്പെഷ്യാലിറ്റി ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ F1 വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യം നൽകുക. അമേരിക്കയിൽ പഠിക്കുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് F1-ൽ നിന്ന് H-1Bയിലേക്ക് മാറുന്ന സമയത്ത് ജോലി തുടരാനുള്ള ഒരു സംരക്ഷണവും വർദ്ധിപ്പിച്ചു. കർശന പരിശോധനയും ഫ്രോഡ് നിയന്ത്രണവും എന്ന് വെച്ചാൽ USCIS ഇപ്പോൾ അപേക്ഷകൾ കൂടുതൽ പരിശോധന നടത്തുകയും തെറ്റായ വിവരങ്ങൾ, വ്യാജ രജിസ്ട്രേഷനുകൾ, ദുരുപയോഗങ്ങൾ എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടിയും എടുക്കുന്നുണ്ട്. ഇനി തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ $1 ലക്ഷം എന്ന് വെച്ചാൽ 85 ലക്ഷം രൂപ എന്ന നികുതി ട്രംപ് ഏർപ്പെടുത്താൻ ശ്രമിച്ച സമയത്ത് കോടതി പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ലിയോ സൊറാക്കിൻ എന്ന ഫെഡറൽ ജഡ്ജിയാണ് ഈ ഒരു ഫീസ് നിയമവിരുദ്ധമാണെന്ന് വിധിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്,
ജഡ്ജിയുടെ അഭിപ്രായത്തിൽ കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ ഇത്തരം ഒരു വലിയ ഫീസ് അല്ലെങ്കിൽ ഇതൊരു നികുതിയാണ്. ഈ നികുതി പോലുള്ളത് ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ല. അതോടൊപ്പം തന്നെ 20 ഡെമോക്രാറ്റിക് സംസ്ഥാനങ്ങളിലെ ആന്റോർണി ജനറൽമാർ നൽകിയ ഹർജിയെ തുടർന്നാണ് കോടതി ഈ തീരുമാനമെടുത്തത്. നിലവിൽ H1B വിസയ്ക്കായി തൊഴിലുടമകൾ സാധാരണയായി തുടക്കത്തിൽ പറഞ്ഞല്ലോ, 2000 മുതൽ $5000 വരെ രേഖപ്പെടുത്തുള്ളൂ. ഇതൊരു ഭീമമായ തുക എന്ന് പറയുമ്പോൾ ഒരു കച്ചവട കണ്ണോടുകൂടിയാണ് ഇത്തരം IT പ്രൊഫഷണലുകളെയൊക്കെ ചൂടുന്നെടുക്കാനായിരുന്നു ട്രംപ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഒരു നമ്മൾ സാധാരണ ലഭിക്കുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ ശമ്പളത്തെക്കാട്ടിലും ഈ IT പ്രൊഫഷണൽസ്, ഫിനാൻസ്, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഒരു ഭീമൻ തുക തന്നെയാണ് ശമ്പളമായി US കമ്പനികൾ കൊടുക്കുക എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ IT പ്രൊഫഷണൽ ഈ മേഖലയിൽ ജോലി എടുക്കുന്നതും ഇന്ത്യക്കാരാണ്. അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ ഒരു നികുതി വരുമ്പോഴേക്കും അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു വിസ പ്രകാരമാണെങ്കിൽ നമുക്ക് ഒരു എമൗണ്ട് 85 ലക്ഷം അത്രയും നമ്മൾ ആ നികുതി അടയ്ക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ആ ഒരു ശമ്പളത്തിൽ നിന്ന് ഇത്ര ഭീമമായൊരു തുകയാണ് US പിഴിഞ്ഞെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി H1B പദ്ധതിയിലൂടെ പ്രതിവർഷം 65,000 സാധാരണ വിസകളും അതുപോലെ തന്നെ 20,000 ഉയർന്ന ബിരുദധാരികൾക്കുള്ള അധിക വിസകളുമാണ് അനുവദിക്കുന്നത്. വിസയുടെ കാലാവധി 3 മുതൽ 6 വർഷം വരെയാണ് ഈ H1B വിസ നിലനിൽക്കുന്നത്. ഇന്ത്യക്കാർക്ക് എന്താണ് അർത്ഥമെന്ന് പറഞ്ഞാൽ ഈ $1 ലക്ഷം ഫീസ് നടപ്പായാൽ അമേരിക്കൻ കമ്പനികൾ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് ഗണ്യമായി കുറയ്ക്കും. അതാണ് പ്രധാനമായി ഇതിൽ ഈ ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ അത്രയധികം മികച്ച ഉദ്യോഗാർത്ഥികളെ ഇവിടെ നിന്ന് എടുത്ത് US പോലെയുള്ള കമ്പനികളിലേക്ക് ജോലിക്കായി വിളിക്കുന്നതിന് പകരം US കമ്പനികൾ ഈ വിളിക്കുന്നവ അല്ലെങ്കിൽ ജോലി സാധ്യത കുറയും എന്നുള്ളതാണ് ഈ ഒരു നികുതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ടും US പൗരന്മാർക്ക് ജോലി ലഭ്യമാവും. അപ്പൊ അങ്ങനെ ഒരു പദ്ധതിയും കൂടി ഈ H1B വിസയ്ക്ക് പിന്നിലുണ്ടെന്നാണ് പറയുന്നത്. കൂടുതലായും ഈ പ്രൊഫഷണലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള IT, എഞ്ചിനീയറിംഗ്, ടെക്നോളജി മേഖലയിലെ പ്രൊഫഷണലുകൾ ഇതിന്റെ ഒരു ഗുണഭോക്താക്കളായതുകൊണ്ട് തന്നെ കൂടുതലായും അമേരിക്കൻ കമ്പനികൾ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് ഗണ്യമായി കുറയ്ക്കും. ഇതാണ് പ്രധാനമായി ഈ നികുതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കോടതി വിധി കാരണം ഇപ്പോൾ അത്തരം അധിക ഫീസും അബാധകമല്ല എന്നൊരു പ്രധാന കാര്യമുണ്ട്. ഇനി ഇത്തരം അധിക ഫീസുകൾ അല്ലെങ്കിൽ നോർമലായിട്ട് $2,000 മുതൽ $5,000 മാത്രം ഇന്ത്യയിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ മറ്റേത് വിദേശ രാജ്യങ്ങളിൽ നിന്നും US പോകുന്നവർ മുടക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെയൊരു അധിക ചിലവ് അല്ലെങ്കിൽ അധിക നികുതി ഇനി ആരും അടയ്ക്കേണ്ടതില്ല. ഇതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് പ്രതികൂല സ്വാധീനമൊന്നും ഉണ്ടാക്കില്ല. കൂടുതലായിട്ടും ഇന്ത്യൻ പ്രൊഫഷണൽസ് വരിക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും US ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ H1B വിസയ്ക്ക് $10,000 ഫീസ് ഏർപ്പെടുത്തുന്നുള്ള ട്രംപിന്റെ ശ്രമം പാളിപ്പോയി എന്ന് വേണം നമുക്ക് പറയാൻ. ഇതൊരു വലിയ ഒരു സ്കാം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു $2,000 മുതൽ $5,000 നിന്നും പെട്ടെന്നൊരു കുത്തനെ ഒരു $1 ലക്ഷം ആക്കി മാറ്റുക, അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇത്രയധികം ഭീമമായൊരു നികുതി US വരമെന്നത് മാത്രമല്ല, അപ്പം അത്രമധികം അല്ലെങ്കിൽ തൊഴിലവസരങ്ങളാണെങ്കിൽ കൂടി ഈ വിദേശത്ത് നിന്ന് വരുന്ന ഇത്തരം പ്രൊഫഷണലുകളുടെ എണ്ണം കുറച്ച് US അല്ലെങ്കിൽ അവരുടെ സിറ്റിസൺസിന് കുറച്ചും കൂടെ ഈ മുന്നോട്ട് വരിക, അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഈ ഒരു H1B വിസയ്ക്ക് ഏർപ്പെടുത്താൻ പോയൊരു നികുതിക്ക് പിന്നിലുണ്ട്. ഇനി എന്താണെന്നൊരു ചോദ്യമുണ്ട്. പൊതുവെ ഇപ്പോൾ US കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു വിധി വരുന്നു, H1B വിസയ്ക്ക് ഇങ്ങനെ അധികം നികുതി ഏർപ്പെടുത്താൻ പോവില്ല. പക്ഷേ ട്രംപ് അങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളൊന്നുമല്ല. ട്രംപ് ഈ വിധിക്കെതിരെ അപ്പീൽ പോകാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ട്രംപ് ഭരണകൂടം ഈ വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് പോകുന്നത്. അപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള വിധി അനുസരിച്ച് ഇനി ഈ ഒരു നികുതി ബാധകമല്ലെങ്കിൽ പോലും നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഈ വിധിക്കെതിരെ അപ്പീൽ പോകാൻ പോവുകയാണ്. അമേരിക്കയിൽ ജോലി സ്വപ്നം കാണുന്ന ഇന്ത്യൻ IB അപേക്ഷകർക്കും IT കമ്പനികൾക്കും ആശ്വാസമായിട്ടാണ് ഈ H1B വിസ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനിങ്ങനെയൊരു ഭീമമായിട്ടുള്ള ഒരു നികുതി പണമൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതലായും നമ്മൾ ഈ വിദേശ പഠനം സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ വിദേശ ജോലി സ്വപ്നം കാണുന്ന ഇന്ത്യക്കാരാണെങ്കിലും മറ്റ് വിദേശികളാണെങ്കിലും അവർക്കൊരു പണിയായിട്ടാണ് ട്രംപ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മികച്ച IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഫിനാൻസ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഇതൊക്കെയാണ് പൊതുവെ US കമ്പനികൾ
നമ്മുടെ ഉദ്യോഗാർത്ഥികളെ കൊണ്ട് അല്ലെങ്കിൽ നിയമിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊരു നിയമനം ഒരിക്കലും യുഎസിനൊരു കുറവ്, അല്ലെങ്കിൽ യുഎസ് പോലെ ഒരു ഡെവലപ്പിംഗ് കൺട്രിക്ക് അതൊരു മോശമായൊരു കാര്യമല്ല. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ഭീമമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഏറ്റവും മികച്ച ഉദ്യോഗാർത്ഥികളെ നമുക്ക് നഷ്ടപ്പെടും എന്ന ഒരു വലിയ കാര്യം കൂടെ മുൻനിർത്തിയാണ് കോടതി ഈ നികുതി എന്ന കെണിയെ ഒഴിവാക്കുന്നത്. പക്ഷേ ട്രംപ് അങ്ങനെ വെറുതെ വിടുന്ന ലക്ഷണമൊന്നുമില്ല. വീണ്ടും ഈ നികുതിക്കെതിരെ അപ്പീലുമായിട്ടാണ് പോകാൻ പോകുന്നത്. ഇനി എന്തായിരിക്കാം ഇനി വീണ്ടും ഈ ഒരു H-1B വിസയ്ക്ക് ഈ ഭീമമായ നികുതി ഏർപ്പെടുത്താൻ ട്രംപിന് സാധിക്കുമോ, അല്ലെങ്കിൽ കോടതി വിധിക്കെതിരെ ഇനി മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് മുന്നോട്ട് വരുന്നത്, അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതൊരു ആശ്വാസകരമായിട്ടുള്ള വിധിയാണ്. ഇന്ത്യക്കാർക്കാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് US-ൽ ജോലിയെടുക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഈ H-1B വിസ കൊണ്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ഒരു കെണിയായി ഇനി മാറില്ല. കോടതി വിധി അനുസരിച്ച് ഭീമമായിട്ടുള്ള നികുതിയൊന്നും ഇനി ഏർപ്പാടുണ്ടാവില്ല. പഴയ നികുതി ഏതാണോ, പഴയ ഫീസ് ഏതാണോ അത് മാത്രമേ ഇനിയും ഉണ്ടാകുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.